الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين وعلى من اتبعهم بإحسان إلى يوم الدين أما بعد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قل يا عبادي الذين أسرفوا على أنفسهم لا تقنطوا من رحمة الله إن الله يغفر الذنوب جميعا إنه هو الغفور الرحيم وأنيبوا إلى ربكم وأسلموا له من قبل أن يأتيكم العذاب ثم لا تنصرون واتبعوا أحسن ما أنزل إليكم من ربكم من قبل أن يأتيكم العذاب بغتة وأنتم لا تشعرون أن تقول نفس يا حسرة على ما فرطت في جنب الله وإن كنت لمن الساخرين. വിശ്വാസികൾ അള്ളാഹുവിൽ വിശ്വസിച്ച അവനെ മാത്രം ആരാധിച്ചവരും അള്ളാഹുവിനെ വിശ്വസിക്കുകയും അള്ളാഹുവിൻ്റെ പരമാധികാരം റബ്ബാണ് എന്ന് അംഗീകരിച്ചുകൊണ്ട് അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കുകയും അവരെ ആരാധിക്കുകയും ചെയ്തിരുന്ന രണ്ട് കൂട്ടരെയും ഇവിടെ കഴിഞ്ഞ ആയത്തുകളിൽ വിവരിച്ചു. ഫൈദാ മസ്സൽ ഇൻസാന ദുർറുൻ ദഅാന സുമ്മ ഇദാ ഖവ്വൽനാഹു നിഅമതൻ മിന്നാ ഖാല ഇന്നമാ ഊതീതുഹു അലാ ഇൽമിൻ ബൽ ഹിയ ഫിത്നത്തുൻ വലാകിന്ന അക്സറഹും ലാ യഅലമൂൻ. അതാണ്, അള്ളാഹുവിനെ അവർ ആരാധിക്കുന്നു, ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അള്ളാഹുവിനോട് അവർ പ്രാർത്ഥിക്കുന്നു. എന്നാൽ നിഅമത്തും സന്തോഷങ്ങളൊക്കെ കിട്ടിയാൽ പിന്നെ അവരുടെ ആരാധ്യ വസ്തുക്കളും അവരോടായി പ്രാർത്ഥന, അതല്ലെങ്കിൽ അള്ളാഹുവിനെ മറന്ന് അവർ മറ്റുള്ളവരിലേക്ക് തിരിയും. അത് എല്ലാ നബിമാരുടെ കാലത്തും ഉണ്ടായിരുന്ന സമ്പ്രദായമായിരുന്നു. അതൊക്കെ തന്നെയാണ് ഇന്നും പലപ്പോഴും സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇനി അങ്ങനെയുള്ള ആളുകൾക്ക് അല്ലാഹു തആല ഏതായാലും നിങ്ങൾ പഴച്ചുപോയി, നിങ്ങൾ നന്നാവൂല എന്ന് പറഞ്ഞ് അവരെ കൈയൊഴിയുകയല്ല ചെയ്തത്. അവിടെയാണ് പടച്ചവൻ്റെ റഹ്മത്ത് വ്യക്തമാകുന്നത്. നമ്മളൊക്കെ ഒരു വട്ടം പറയും, 2 വട്ടം പറയും, 10 പ്രാവശ്യം ഉപദേശിച്ചിട്ട് അവസാനം ജിജി നന്നാവില്ല എന്ന് പറഞ്ഞ് കൈയൊഴിക്കലാണ്. പടച്ചവൻ അങ്ങനല്ല. നേരെ മറിച്ച് എത്ര വലിയ മഹാപാപം ചെയ്താലും അല്ലാഹു തആല നമുക്ക് ഒരു വാതിൽ അവിടെ തുറന്നു തന്നിട്ടുണ്ട്. പടച്ചവനോട് എത്ര വലിയ അപരാധം ചെയ്താലും ആ അപരാധത്തിൽ നിന്ന് മടങ്ങണം, എനിക്ക് നേരായ ഒരു ജീവിതം വേണം എന്ന് എപ്പോൾ നമുക്ക് തോന്നുന്നുവോ അപ്പോൾ ആ നേരായ ജീവിതത്തിലേക്ക് കടക്കാനുള്ള ഒരു വാതിൽ അള്ളാഹു മലർക്കെ തുറന്നിട്ടുണ്ട്. അവിടെയാണ് ഒരു വിശ്വാസിക്ക് കിട്ടുന്ന ഏറ്റവും വലിയ മനസമാധാനം എന്ന് പറയുന്നത്. അതായത് പശ്ചാത്താപം എന്ന വാതിൽ. അതാണ് ഖുൽ യാ ഇബാദി, ഖുൽ നബിയെ അവർക്ക് പറഞ്ഞു കൊടുക്കുക,
യാ ഇബാദി എന്നാണ്, എൻ്റെ അടിമകളെ. അത് കൂട്ടി ഓതുമ്പോൾ യാ ഇബാദിയല്ലദീന അസ്റഫൂ അലാ അൻഫുസിഹിം എന്നാവും. യാ ഇബാദി എൻ്റെ അടിമകളെ, അല്ലദീന അസ്റഫു പരിധി വിട്ട് ചെയ്തവരായ, അലാ അൻഫുസിഹിം സ്വന്തം ശരീരങ്ങളോട് പരിധി വിട്ട് പ്രവർത്തിച്ചവരായ എൻ്റെ അടിമകളെ, ലാ തഖ്നതു നിങ്ങൾ നിരാശരാവേണ്ടതില്ല, മിർ റഹ്മത്തില്ല അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൽ നിന്ന്. അതാണ് ഒരു വിശ്വാസിക്ക് എത്ര പരിധി വിട്ട് നമ്മൾ തെറ്റ് ചെയ്താലും നമ്മൾ അള്ളാഹുവിൻ്റെ കാരുണ്യം നമുക്ക് കിട്ടും. പഠിച്ചവൻ നമ്മളെ ആട്ടി അകറ്റി ശപിച്ച് ഒഴിവാക്കുകയില്ല, കൈയൊഴിക്കുകയില്ല എന്നർത്ഥം. സഹാബിമാരായ ആളുകൾ, പിൽക്കാലത്ത് മുസ്ലിങ്ങളായ ആളുകൾ, ആദ്യകാല വിശ്വാസികൾ, വസാബിഖൂനൽ സാബിഖൂൻ എന്ന് പറയുന്ന കുറേ ആളുകളുണ്ടായിരുന്നു. കുറേ ആളുകൾ വളരെ കാലം, വർഷങ്ങളോളം പ്രവാചകൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ എതിർത്തും ദീനിനെ ധിക്കരിച്ചും വളരെ അഹങ്കരിച്ചും നടന്നവരാണ് കുറേ ആളുകളൊക്കെ. പക്ഷെ അവർക്ക് പിന്നീട് ബോധ്യമായപ്പോൾ അവർക്കൊരു നിരാശ വന്നിരുന്നു. ഇനി ഇത്രയും കാലം നബിനേറ്റൊക്കെ ഇങ്ങനെ എതിർത്ത് അംഗം വെട്ടി നടന്നിട്ട് ഇനി ഞങ്ങളൊക്കെ നന്നാവോ എന്നൊരു തോന്നൽ. അതുകൊണ്ടാണ് മുഫസ്സിറുകൾ പറയുന്നുണ്ട്, കുറേ ശിർക്കിൻ്റെ ആളുകൾ നബിയുടെ അടുക്കൽ വന്നു. അവർ പറഞ്ഞു, മുഹമ്മദ്, ഞങ്ങൾ ഒരുപാട് തെറ്റുകൾ ചെയ്തു, ഞങ്ങൾ മോഷ്ടിച്ചു, ഞങ്ങൾ ഒരുപാട് ആളുകളെ കൊന്നു, ഞങ്ങൾ വ്യഭിചരിച്ചു, അത് ഒന്നുമില്ല, ഫഅക്സർന ഈ വിഷയത്തിലൊക്കെ ഞങ്ങൾ ഒരുപാട് പരിധി വിട്ട് ഏറെ ചെയ്തു പോയിട്ടുണ്ട്. ഇനി ഞങ്ങൾക്ക് നന്നാവാൻ പറ്റുമോ? ഞങ്ങൾക്ക് വല്ല പ്രായശ്ചിത്തം ഉണ്ടോ? ഇസ്ലാം ശരിയാണ് എന്നും താങ്കൾ പറയുന്ന കാര്യങ്ങൾ, ഉപദേശങ്ങൾ നല്ലതാണ് എന്നും ഇപ്പം ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷെ അപ്പോഴേക്കും ഞങ്ങൾ പരിധി വിട്ട് ഈ ജാതി തോന്നിവാസങ്ങളൊക്കെ ചെയ്തു. അതുകൊണ്ട് ഹല്ലിമ അമിൽന കഫാറത്തും, ഞങ്ങൾ ചെയ്ത ഈ തോന്നിവാസങ്ങൾക്ക് വല്ല കഫാറത്തും പ്രായശ്ചിത്തങ്ങളും ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കും അറിയാം അവരത്ര വലിയ തോന്നിവാസികളായിരുന്നു. അവരോട് നബിക്ക് അങ്ങോട്ട് പറയാൻ പറ്റുമല്ലോ, നിങ്ങളൊക്കെ ഒഴിവായി, നിങ്ങൾക്കൊന്നും കുഴപ്പമില്ല എന്ന് പറയാൻ നബിക്ക് ഒറ്റയ്ക്ക് പാടില്ലല്ലോ അങ്ങനെ ഒരു പ്രസ്താവന പറയാൻ. അപ്പോഴാണ് ഈ ആയത്തിറങ്ങുന്നത്. നബിക്ക് ചോദ്യത്തിൻ്റെ ഉത്തരം സ്വന്തമായി പറയാനാവാതിരുന്നപ്പോൾ നബി തല താഴ്ത്തി. അപ്പോഴാണ് വല്ലദീന ലാ യദ്ഊന മഅല്ലാഹി ഇലാഹൻ ആഖർ വലാ യഖ്തുലൂന അൻ-നഫ്സ അല്ലതീ ഹറമല്ലാഹു ഇല്ലാ ബിൽ ഹഖ് വലാ യസ്നൂൻ വമൻ യഫ്അൽ ദാലിക യൽഖ അസാമ. എവിടെ? സൂറത്ത് ഫുർഖാനിൽ ഇബാദുർ റഹ്മാൻ ഈ ആയത്തിറങ്ങി. വിശ്വാസികൾ എന്ന് പറയുന്നത് അവരോടുള്ള മറുപടിയാണ്. ഞങ്ങൾ അത്രയധികം തോന്നിവാസങ്ങളും കൊലപാതകങ്ങളും വ്യഭിചാരവും അക്രമങ്ങളൊക്കെ ചെയ്തല്ലോ, ഞങ്ങൾക്ക് കഫാറത്തുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ വിശ്വാസികളെ അള്ളാഹു അവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കുകയാണ്. വല്ലദീന ലാ യദ്ഊന മഅല്ലാഹി ഇലാഹൻ ആഖർ, അള്ളാഹുവിൻ്റെ പുറമെ മറ്റു ആരാധ്യ വസ്തുക്കളോട് പ്രാർത്ഥിക്കാത്ത ആളുകളാണ് യഥാർത്ഥ വിശ്വാസികൾ. അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കുന്നവരാണ്. വലാ യഖ്തുലൂന അൻ-നഫ്സ അല്ലതീ ഹറമല്ലാഹു ഇല്ലാ ബിൽ ഹഖ്, അല്ലാഹു തആല വിശുദ്ധമാക്കിയ ഒരു നഫ്സിനെ കൊല്ലാത്തവരാണ് വിശ്വാസികൾ. കൊലപാതകം നടത്താത്തവരാണ് വിശ്വാസികൾ. ഇല്ലാ ബിൽ ഹഖ്, ഹക്ക് പ്രകാരമല്ലാതെ. ഒരു വിശ്വാസിയെ കൊല്ലേണ്ട അവകാശമുണ്ട് ചില സമയത്ത്. മറ്റൊരാളെ കൊന്നാൽ അവനെ കൊല്ലണം, വിശ്വാസിയാണെങ്കിലും. അത് ഇസ്ലാമിലെ ഹദ്ദാണ്. അതുപോലെ വ്യഭിചരിച്ചാൽ കല്ലെറിഞ്ഞു കൊല്ലണം, അങ്ങനൊക്കെ ഉണ്ട്. ആ ഹക്ക്, അതായത് അള്ളാഹുവിൻ്റെ നിയമപരമായ തീരുമാനത്തിൻ്റെ ശിക്ഷാവിധിയുടെ അടിസ്ഥാനത്തിലല്ലാതെ അവർ മറ്റൊരാളെ കൊല്ലാത്തവരാണ്. പിന്നെ വലാ യസ്നൂൻ, വ്യഭിചരിക്കാത്തവരാണ് വിശ്വാസികൾ എന്ന ആയത്തിറങ്ങി. അപ്പോൾ അവർക്ക് കൂടുതൽ പേടിയായി. അപ്പോൾ ഇതൊക്കെ ചെയ്യേണ്ട ആളുകളാണല്ലോ ഞങ്ങൾ. അതിനെ തുടർന്നാണ് ഈ ആയത്ത് ഇവർക്കുള്ള മറുപടിയും
സമാധാനവും അള്ളാഹുവിൻ്റെ റഹ്മത്തായി വരുന്നത്. എന്താണ്? ഖുൽ നബിയെ പറയുക, യാ ഇബാദിയല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം. അസ്റഫ എന്ന് പറഞ്ഞാൽ ഇസ്രാഫ്, പരിധി വിട, ദൂർത്തിനാണ് ഇസ്രാഫ് എന്ന് പറയുക. യാ ഇബാദിയല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം, സ്വന്തം ശരീരങ്ങളോട് പരിധി വിട്ട് തിന്മകൾ ചെയ്ത എൻ്റെ അടിമകളെ, ലാ തഖ്നതൂ മിർ റഹ്മത്തില്ലാ, എൻ്റെ റഹ്മത്തിൻ്റെ കാര്യത്തിൽ നിങ്ങൾ നിരാശരാവേണ്ടതില്ല. പിന്നെ ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ ജമിയ, എല്ലാ പാപങ്ങളും അല്ലാഹു തആല പൊറുക്കും. അപ്പോഴാണ് ഈ മഹാപാപികളായ സഹാബിമാർക്കൊക്കെ ഒരു ശ്വാസം വീണതും അവർ വന്ന് ശഹാദത്ത് കലിമ ചൊല്ലി ഇസ്ലാമിലേക്ക് വന്നത് എന്നാണ് ചരിത്രം. അപ്പം നമുക്കൊക്കെ നമ്മൾ എത്ര പാപികളാണെങ്കിലും നിരാശരാവേണ്ടതില്ല. നമുക്കൊക്കെ നല്ലൊരു വാതിൽ അപ്പുറത്ത് രക്ഷപ്പെടാനുള്ളൊരു എക്സിറ്റ് ഉണ്ട് എന്നർത്ഥം. അതാണ് നമ്മൾ ആ കാലഘട്ടത്തിലെ സഹാബിമാരെ നിങ്ങൾ നോക്കൂ. അതാണ്ട് നിരാശപ്പെടേണ്ട പറഞ്ഞാൽ ആ തോന്നിവാസികളായിട്ട് ഇങ്ങനെ ജീവിച്ചാൽ തന്നെ രക്ഷപ്പെടുന്നല്ല. നേരെ മറിച്ച് ഒമൻ യഅ്മൽ സൂഅൻ ഔ യദ്ലിം നഫ്സഹു സുമ്മ യസ്തഗ്ഫിരില്ലാഹ യജിദില്ലാഹ തവ്വാബർ റഹീമ യജിദില്ലാഹ ഗഫൂറർ റഹീമ. ഒമൻ യഅ്മൽ സൂഅൻ, ആരെങ്കിലും മഹാപാപങ്ങളായി ചീത്തയായ കാര്യങ്ങൾ പ്രവർത്തിച്ചാൽ, ഔ യദ്ലിം നഫ്സഹു, അല്ലെങ്കിൽ സ്വന്തം നഫ്സുകളോട് അക്രമം പ്രവർത്തിച്ചാൽ, ഒന്ന് ചീത്തയായ കാര്യങ്ങൾ ചെയ്യാന്ന് പറഞ്ഞാൽ മറ്റുള്ളവരെ കൂടി ഉപദ്രവിക്കുക, വിഭജിക്കുക, മറ്റുള്ള അക്രമങ്ങൾ ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങൾ. അല്ലെങ്കിൽ നമ്മളുടെ സ്വന്തം ശരീരങ്ങളോട് നമ്മൾക്ക് ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ ചെയ്യുന്നത് നമ്മൾ നമ്മളെ തന്നെ ആക്രമിക്കുന്നതിന് തുല്യമാണ്. അങ്ങനെ ആരെങ്കിലും സ്വന്തങ്ങളോടോ മറ്റുള്ളവരെയോ ആക്രമിച്ച് ജീവിക്കുകയും സുമ്മ യസ്തഗ്ഫിരില്ലാഹ, പിന്നെ അതൊക്കെ തെറ്റായിപ്പോയി എന്ന ഖേദത്തോടുകൂടി അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ നടത്തുകയും ചെയ്താൽ യജിദില്ലാഹ ഗഫൂറർ റഹീമ, അള്ളാഹുവിനെ ഗഫൂറുർ റഹീമായിട്ട് അവർക്ക് കണ്ടെത്താവുന്നതാണ് എന്ന് സൂറത്തുൻ നിസായിലെ ആയത്താണിത്. സൂറത്തുൻ നിസായത്താണ്. അപ്പോൾ അങ്ങനെ സമാധാനിപ്പിക്കുന്ന ആയത്തുകൾ വന്നപ്പോഴാണ് സഹാബിമാർക്ക് ശ്വാസം വീണത് എന്ന്. ആരൊക്കെയാണ് ആ മഹാപാപികൾ? ആരോടാണ് ഖുർആൻ അമിതമായി പരിധി വിട്ട് പ്രവർത്തിച്ചവരെ എന്ന് ആരോടൊക്കെയാണ് ഖുർആൻ അഭിമുഖീകരിക്കുക എന്നറിയാമോ? ഈസാ നബി അലൈഹിസ്സലാം അള്ളാഹുവിൻ്റെ പുത്രനാണ് എന്ന് പറഞ്ഞ ആളുകളോടാണ് നബി അഭിമുഖീകരിക്കുന്നത്. അവരല്ലേ? ഈസാ നബി അള്ളാഹുവിൻ്റെ മകനാണ് എന്ന് പറഞ്ഞ് ഈസാ നബിയിൽ ദിവ്യത്വമുണ്ട്, ദൈവമാണ്, ദൈവം ബാപ്പയും മകനും, ബാപ്പ ദൈവവും മകൻ ദൈവവും എന്ന് പറഞ്ഞ ആളുകളോടാണ് പറയുന്നത്, നിങ്ങൾ പരിധി വിട്ടു, പഠിച്ചവൻ്റെ അപ്പുറത്തൊന്നും, പഠിച്ചവനോടുള്ള വിശ്വാസത്തിൽ നിന്ന് എത്രയോ അബദ്ധമാണ് നിങ്ങൾ ചെയ്തത്. നിങ്ങൾ പശ്ചാത്തപിച്ച് മടങ്ങിയാൽ നിങ്ങൾക്ക് രക്ഷ കിട്ടും. പിന്നെ ഉസൈർ, യഹൂദ് സമൂഹം എന്ന് വിശ്വസിച്ചത് ഉസൈർ അള്ളാഹിൻ്റെ പുത്രനാണ് എന്ന്. നസ്വാറാക്കൾ ഈസാ അലൈഹിസ്സലാം അള്ളാഹിൻ്റെ പുത്രനാണെന്ന് പറഞ്ഞപ്പോൾ ഈ മറ്റു സമൂഹം ഉസൈർ അള്ളാഹുവിൻ്റെ പുത്രനാണെന്ന് പറഞ്ഞത്. ചെറിയ തെറ്റൊന്നുമല്ലല്ലോ. ബുഹ്താനുൻ അദീം, മഹാപാപമല്ലേ. ഈ ലോകത്തെ സൃഷ്ടാവായ റബ്ബ് മക്കളുണ്ട് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? ഭാര്യ ഉണ്ട് എന്നാണല്ലോ. കല്യാണമൊക്കെ കഴിച്ച് ഭാര്യയുമായിട്ടുള്ള ബന്ധങ്ങളൊക്കെ ഉണ്ടായി അതിലൊരു കുട്ടി പ്രസവിച്ചു എന്നാണല്ലോ. അപ്പോൾ അള്ളാഹ് ഒരു കുട്ടികളും മക്കളൊക്കെ ആയിട്ട് നിൽക്കേണ്ട ഒരു സാധനമാണെന്നാ. അപ്പോൾ ഒരു വലിയ അപരാധമാണ് അവർ ചെയ്തത്. അവരോടാണ് പറയുന്നത്, നിങ്ങൾ തിരിച്ചു വന്നാൽ നിങ്ങൾക്കുണ്ട് രക്ഷയുടെ മാർഗം. പിന്നെ അള്ളാഹു തആല ഫഖീറാണ് എന്ന് പറഞ്ഞിരുന്നു ഒരു സമൂഹം. എന്താണ്? ഇന്നല്ലാഹ ഫഖീറുൻ വനഹ്നു അഗ്നിയാ, അള്ളാഹ് മഹാഫഖീറാണ്, ഞങ്ങൾ സമ്പന്നന്മാരാണ് എന്ന്. കാരണം വിശ്വാസികളായ ആളുകൾ പട്ടിണിപ്പാവങ്ങളും കഷ്ടപ്പെട്ട മിസ്കീന്മാരുമായിരുന്നല്ലോ. അപ്പോൾ അവർക്കൊന്നും കൊടുക്കാൻ അള്ളാഹിൻ്റെ അടുത്തൊന്നുമില്ല. എന്നാൽ ഞങ്ങളോ മുഹമ്മദ് പറയുന്ന വിശ്വാസത്തിൽ അല്ലെങ്കിൽ പോലും ഞങ്ങൾ വലിയ സമ്പന്നന്മാരും പ്രമാണിമാരുമാണ്, ഞങ്ങൾക്ക് ഒക്കെ കിട്ടിയിട്ടുമുണ്ട്. അപ്പോൾ നിങ്ങളെ പഠിച്ചവനും ഫക്കീറാണ്, ഒന്നും കൊടുക്കാനില്ല വിശ്വാസികൾക്ക്. വിശ്വാസികൾ കഷ്ടപ്പെടാം. എന്നാൽ ഞങ്ങൾക്കോ ഞങ്ങളുടെ ദൈവങ്ങളൊക്കെ വലിയ സമ്പന്നന്മാരായതുകൊണ്ട് ഞങ്ങൾ പ്രഗത്ഭരാണ്. ആ പറഞ്ഞതൊക്കെ എന്താ? ചെറിയ വാക്കുകളല്ലല്ലോ, മഹാപാപമാണ്. അല്ലാഹു തആല മൂന്നിലൊരാളാണ് അല്ലാഹു തആല എന്ന് പറഞ്ഞിരുന്നു വേറെ കുറേ ആളുകൾ. ത്രിയേകത്വം
വേറെ കൂട്ടര് അന റബ്ബുക്കുമില്ലായില്ല, ഞാനാണ് നിങ്ങളെ റബ്ബ്, നിങ്ങളെ റബ്ബ് ഞാനും തന്നെയാണ് എന്ന് പറഞ്ഞ ഫറോവമാരുണ്ടായിരുന്നു. അതിലൊക്കെ വിശ്വാസമുള്ള ആളുകളോടാണ് പറയുന്നത്, ഖുൽ യാ ഇബാദിയല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം, സ്വന്തം ശരീരങ്ങളോട് പരിധി വിട്ട് തെറ്റ് ചെയ്ത അടിമകളെ, ലാ തഖ്നതൂ മിർ റഹ്മത്തില്ല, നിങ്ങളാരും നിരാശരാവണ്ട, ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ ജമിയ, അള്ളാഹ്ക്ക് പുറത്തു തരും. അപ്പം നമുക്ക് അള്ളാഹ് തരുന്ന ഒരു വലിയ സമാധാനം അതാണ്. വഹിഷി എന്ന് പറയുന്ന ഒരാളുണ്ടായിരുന്നു, വഹിഷി. അദ്ദേഹമാണ് ഉഹദ് യുദ്ധത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതൃവ്യൻ കൂടിയായിരുന്ന ഹംസത്ത് ബിൻ അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു അൻഹുവിനെ കൊന്നത്, ചതിച്ചു കൊന്നതായിരുന്നു. വഹിഷി അടിമയായിരുന്നു. അടിമ നല്ല ചതിപ്രയോഗം നടത്താം, ചാട്ടുളി കൊണ്ട് എറിഞ്ഞു കൊല്ലാൻ കഴിവുള്ള ഒരു നല്ല സമർത്ഥനായ അടിമ, മുശ്രിക്കീങ്ങളുടെ അടിമയായിരുന്നു. മുശ്രിക്കീങ്ങൾ അയാളെ വിലക്കെടുത്തിട്ട്, നീ ഹംസനെ കൊന്നാൽ ഇത്ര തരാം എന്നൊക്കെ പറഞ്ഞ് ഓഫർ കൊടുത്തു. അങ്ങനെ ഹംസത്ത് ബിൻ അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു അൻഹു ആണെങ്കിലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഏറ്റവും ആവശ്യമുള്ള, നബിൻ്റെ കുടുംബക്കാരെന്ന് മാത്രമല്ല, അബ്ദുൽ മുത്തലിബിൻ്റെ മകൻ എന്ന് മാത്രമല്ല, ഇസ്ലാമിൽ ഏറ്റവും ആവശ്യമുള്ള ആളായിരുന്നു ഹംസത്ത് ബിൻ അബ്ദുൽ മുത്തലിബും ഉമർ ഖത്താബും ഒക്കെ. കാരണം അത്ര ധീരന്മാരും മറ്റുള്ളവർക്ക് ഭയപ്പാടുള്ള പേടി സ്വപ്നങ്ങളുമായിരുന്നു ഇവരൊക്കെ. ആ ഹംസ റളിയല്ലാഹു അൻഹുവിനെ കൊന്നു കിട്ടാൻ വേണ്ടി ഖുറൈശികൾ വഹിഷിയെ വാടകയ്ക്കെടുത്തു. അയാൾ ആരുമറിയാതെ ഒളിഞ്ഞിരുന്ന് ഒരു ചാട്ടുളി കൊണ്ട് ഹംസത്ത് ബിൻ അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു അൻഹുവിനെ ഉഹദിൻ്റെ കൊടുമ്പിരി കൊള്ളുന്ന യുദ്ധത്തിൽ കൊന്നു. അത് ചെറിയ കാര്യമൊന്നുമായിരുന്നില്ല. നബിക്ക് പറ്റിയ ഏറ്റവും വലിയ, നബിക്ക് ഉണ്ടായ ഒരു വലിയ ആഘാതവും വിഷമവും ഇസ്ലാമിനും മുസ്ലിങ്ങൾക്കും ഉണ്ടായ ഒരു വലിയ നെട്ടലുമായിരുന്നു വഹിഷി ഹംസത്ത് റളിയല്ലാഹു അൻഹുവിനെ കൊന്നത്. അത് 3-ാം കൊല്ലമാണ്. പിന്നെ കൊല്ലങ്ങൾ വീണ്ടും കഴിഞ്ഞു, 5 കൊല്ലം കഴിഞ്ഞു. 5 കൊല്ലം കഴിഞ്ഞിട്ട് ഹിജ്റ 8-ാമത്തെ കൊല്ലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്ക കീഴടക്കുകയാണ്. മക്ക കീഴടക്കിയപ്പോൾ ഖുറൈശികളുടെ കൂടെ വഹിഷി ഉണ്ട് അവിടെ. അദ്ദേഹത്തിന് നബി കണ്ടപ്പോൾ വഹിഷി പറഞ്ഞു, മുഹമ്മദ്, ഞാൻ വിശ്വാസിയായിരിക്കുന്നു, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ്, ഞാൻ വിശ്വാസിയായി മാറിയിട്ടുണ്ട്. നബി പറഞ്ഞു, ആയിക്കോട്ടെ വഹിഷിയെ, നീ വിശ്വാസിയായി മാറിയത് ശരി തന്നെ, പക്ഷേ എൻ്റെ കൺമുമ്പിൽ കാണാൻ എനിക്കൊരു വിഷമമുണ്ട്, തൽക്കാലം എൻ്റെ മുമ്പിൽ നിന്ന് മാറിക്കണം. കാരണം അതിന് മാത്രം 5 കൊല്ലം കഴിഞ്ഞിട്ടും നബിക്ക് പകയല്ല, വിരോധമല്ല, നേരെ മറിച്ച് ആ സങ്കടം തീർന്നിട്ടില്ല. ഹംസ റളിയല്ലാഹു അൻഹുവിനെ കൊന്ന അത്ര അനാവശ്യമായി പണത്തിന് വേണ്ടി കൊന്നതായിരുന്നു വഹിഷി ഹംസ റളിയല്ലാഹു അൻഹുവിനെ. അതാ അമിതമായ തെറ്റ് ചെയ്ത മഹാപാപ്പിയായിരുന്നു വഹിഷി. പക്ഷെ അദ്ദേഹം വിശ്വസിച്ചു. അദ്ദേഹത്തിന് തോന്നി, ഞാൻ എത്ര വലിയ തെറ്റ് ചെയ്താലും എനിക്ക് വിശ്വസിക്കാൻ കഴിയും. ആ വഹിഷിയാണ് പിന്നീട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഭരണകാലത്ത് മുസൈലിമത്തുൽ കദ്ദാബ് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ പ്രവാചകനായിട്ട്, ഞാനാണ് ഇനി പ്രവാചകൻ, മുഹമ്മദ് മരിച്ചല്ലോ, ഇനി ഞാനാണ് ഇന്നത്തെ നബി എന്നും പറഞ്ഞ് പ്രവാചകനായിട്ട് വന്നത്. അദ്ദേഹം വളരെ ശക്തിയുള്ള ആളും സമ്പന്നനും വലിയ സൈന്യത്തിൻ്റെ ഉടമയുമായിരുന്നു മുസൈലിമത്തുൽ കദ്ദാബ്. പ്രവാചകത്വം വാദിച്ചുകൊണ്ട് മുസ്ലിങ്ങളെ ആക്രമിക്കാൻ വേണ്ടി വന്നു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഭരണകാലത്ത് ഏറ്റവും കൂടുതൽ ഭീഷണി നേരിട്ടത് മുസൈലിമത്തുൽ കദ്ദാബിൻ്റെ പ്രവാചകത്വമായിരുന്നു. കാരണം അത്രമാത്രം വലിയ ശക്തി ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്. ജസീറത്തുൽ അറബിൽ യമാമ പ്രദേശത്ത് ആ ഭാഗത്താണ് അദ്ദേഹം ഉണ്ടായിരുന്നത്. അദ്ദേഹം മദീനയിലേക്ക് മാർച്ച് ചെയ്തു വരികയാണ്. ആ വഹിഷി തീരുമാനിച്ചു, ഇസ്ലാമിലെ ഏറ്റവും വലിയ ഒരു അപരാധം മുസ്ലിങ്ങളുടെ കൂട്ടത്തിൽ മുസ്ലിം സമൂഹത്തിനോട് ഞാനൊരു വലിയ അപരാധം ചെയ്തു. ഇസ്ലാമിൻ്റെ ഏറ്റവും അത്യാവശ്യമായ വ്യക്തിയായിരുന്ന ഹംസയെ ഞാൻ കൊന്നു. അതിന് പകരമായി ഇസ്ലാമിൻ്റെ ഏറ്റവും വലിയ ശത്രുവും തലവേദനയുമായ മുസൈലിമത്തിനെയും ഞാൻ കൊല്ലണം. അന്നുണ്ടായ ആ 10 കൊല്ലം മുമ്പ് ഹംസനെ കൊന്ന ആ ചാട്ടുളി അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടായിരുന്നു. ആ ചാട്ടുളി എറിഞ്ഞിട്ട് അദ്ദേഹം മുസൈലിമത്തിനെ കൊന്നു. എന്നിട്ട് വഹിഷി പറയുന്നുണ്ട് ചരിത്രത്തിൽ, ഖതൽതു ബിഹാദൽ ഹിർബി ഖൈറന്നാസ്
വഖതൽതു ബിഹാദ ശർറന്നാസ്, ഈ ചാട്ടുളി കൊണ്ട് ജനങ്ങളുടെ കൂട്ടത്തിലെ ഏറ്റവും ഹൈറായ ഒരു മനുഷ്യനെ ഞാൻ പണ്ട് കൊന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോഴിതാ ജനങ്ങൾക്ക് ഏറ്റവും ഷെറുണ്ടാക്കുന്ന മനുഷ്യനെയും ഞാൻ കൊന്നു. പറയുന്നത് അങ്ങനെയൊക്കെ ഉണ്ടായ ആളും പിന്നീട് മുസ്ലിമായി, പിന്നീട് നബിയുടെ സഹാബിയായി മാറി. ഇപ്പൊ വയസ്സിനെ നമ്മൾ കേൾക്കുമ്പോൾ റളിയല്ലാഹു അൻഹു എന്ന് ചെല്ലണം. അതാണ് ഖുൽ യാ ഇബാദിയല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം ലാ തഖ്നതു മിർ റഹ്മത്തില്ലാ. അതുപോലെയുള്ള ഒരുപാട് സംഭവങ്ങൾ. മായിസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു അത്യാവശ്യം മാന്യമായി കുടുംബജീവനം നയിച്ചിരുന്ന ഭാര്യയും കുടുംബവുമുള്ള ആളായിരുന്നു. പക്ഷേ അദ്ദേഹം സിന ചെയ്തു, മഹാപരാധം ചെയ്തു, മുസ്ലിം ആയിക്കൊണ്ട് തന്നെ. അവസാനമായിട്ട് തോന്നി, ഇസ്ലാമിലൊരു വാതിലുണ്ടല്ലോ, ഞാൻ എന്തൊക്കെ തെറ്റ് ചെയ്താലും മറച്ചു വെച്ചിട്ട് കാര്യമില്ല, അള്ളാഹു നമുക്കൊരു വാതിൽ തുറന്നു തന്നിട്ടുണ്ടല്ലോ രക്ഷപ്പെടാൻ, ആ വാതിൽക്കൽ കൂടി ഒന്ന് കടന്നു നോക്കിയാലോ തോന്നി. നബിയുടെ അടുക്കൽ വന്ന് പറഞ്ഞു, സക്കിനി യാ റസൂലല്ലാ, റസൂലെ എന്നൊന്ന് ശുദ്ധീകരിച്ചു തരണം. അത് കാരണം അദ്ദേഹം മാത്രം തൗബ ചെയ്താൽ പോരാ, ഇസ്ലാമിൽ സിന ചെയ്തതിൻ്റെ ഹദ്ദ് ഏറ്റുവാങ്ങണം. അതിന് റസൂലിനോട് പറഞ്ഞാലേ അത് കിട്ടുള്ളൂ. റസൂലാണ് അവിടുത്തെ അധികാരി. നബിയോട് വന്ന് പറഞ്ഞു, സക്കിനി യാ റസൂലല്ലാ, റസൂലെ എന്നൊന്ന് ശുദ്ധീകരിച്ച് കിട്ടണം. നബി പലതും ചോദിച്ചറിഞ്ഞു, എനിക്ക് ഭ്രാന്തുണ്ടോ മറ്റുണ്ടോ, സഹാബിമാരോട് ഒന്ന് അന്വേഷിക്കുക, എന്താണ് പിന്നെ ഇദ്ദേഹത്തിന് പറ്റിയത് എന്നൊക്കെ ചോദിച്ചു. മായിസ് റളിയല്ലാഹു അൻഹുവിന് ഒരു കുഴപ്പമില്ല, ഓൻ ചെയ്ത തെറ്റിന് അദ്ദേഹം പശ്ചാത്തപിക്കുകയാണ്, അദ്ദേഹത്തിന് പശ്ചാത്തപിക്കണമെന്ന് തോന്നി. പശ്ചാത്താപത്തിൻ്റെ വാതിൽക്കൽ കൂടി കടന്നാൽ തൽക്കാലം ഇവിടെ നിന്ന് ഹദ്ദ് കിട്ടിയാലും പരലോകത്ത് രക്ഷപ്പെടുമല്ലോ എന്ന തോന്നൽ മാത്രമാണ് എന്ന് നബിക്ക് റിപ്പോർട്ട് കിട്ടി സഹാബിമാരിൽ നിന്ന്. അദ്ദേഹത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബിമാരോട് പറഞ്ഞു എറിഞ്ഞു കൊല്ലാൻ. അദ്ദേഹം കൊല്ലപ്പെട്ടു. മദീനയിൽ ജുഹൈന ഗോത്രത്തിലെ ഒരു പെണ്ണ്, നല്ല കുടുംബജീവിതം ജീവിച്ചിരുന്ന പെണ്ണ്, അവരും ഇത് ചെയ്തു, മുസ്ലിമത്തായിരുന്നു, പക്ഷെ തെറ്റ് ചെയ്തു പോയി. ജനങ്ങളെ കാരണം അങ്ങനെയുള്ളൊരു ജാഹിലിയ സമൂഹത്തിൽ വളർന്നതാണല്ലോ, അതുകൊണ്ട് അവർക്ക് പിടിച്ചു നിൽക്കാൻ കഴിയില്ല. ഇതേ തെറ്റ് ചെയ്തു. അവരും അവസാനം ആ വാതിൽക്കൽ കൂടി കടക്കണമെന്ന് തോന്നി. നബിയോട് പറഞ്ഞു, തഹീർനി യാ റസൂലല്ലാ, റസൂലെ എന്നെ ശുദ്ധീകരിച്ചു തരണം. അങ്ങനെ നബി ചോദിച്ചറിഞ്ഞു. അപ്പോൾ ഗർഭിണിയാണെന്ന് പറഞ്ഞു. ആ സ്ത്രീയെ മടക്കി അയച്ചു. ആ കുട്ടിയെ കൊല്ലാൻ എനിക്ക് അനുമതിയില്ല, നിന്നെ കൊല്ലാനാണ് അനുമതി. അങ്ങനെ ഗർഭം 9 മാസം കഴിഞ്ഞു, പ്രസവിച്ചു. എന്നിട്ട് അവൾ വന്നു, എനിക്ക് തൗബയുടെ വാതിൽക്കൽ കൂടി പോകണം, പരലോകത്ത് ശിക്ഷയെ ഏറ്റുവാങ്ങാൻ കഴിയില്ല. അപ്പം നബി പറഞ്ഞു, ഈ കുട്ടിക്ക് മുല കൊടുക്കാൻ ആരെങ്കിലും വേണം, അല്ലാതെ ആ കുട്ടി അനാഥയായി പോകും. സഹാബിമാരോട് ചോദിച്ചു, എല്ലാവരും തല താഴ്ത്തി. കാരണം ഈ മോശക്കാരി സ്ത്രീയുടെ കുട്ടിയെ, പിതാവിനെ അറിയാത്ത കുട്ടിയെ മുല കൊടുത്ത് വളർത്താനും ഏറ്റെടുക്കാനും അവർക്ക് തയ്യാറായില്ല. അവളോട് നബി പറഞ്ഞു, പൊയ്ക്കോ, കുട്ടിയൊക്കെ ഒന്ന് വലുതാട്ടെ. 2 കൊല്ലം മുലകുടി കൊടുത്തു. അത് കഴിഞ്ഞു. ഇവത്രായി 2 കൊല്ലം 9-10 മാസമായിട്ടുണ്ട്. ആ സ്ത്രീക്ക് എന്നിട്ടും ഈ ആയത്ത് ഓർമ്മയുണ്ട്, ലാ തഖ്നതു മിർ റഹ്മത്തില്ലാ, അള്ളാഹിൻ്റെ റഹ്മത്തിൽ നിന്ന് നിരാശ വേണ്ട. അവൾ വീണ്ടും നബിയുടെ അടുക്കൽ വന്നു, ഇതാ നബിയെ, ഈ കുട്ടി ഇതാ റൊട്ടി തിന്നു തുടങ്ങിയിരിക്കണം. റൊട്ടി ഉണ്ടായിരുന്നു കുട്ടിയുടെ കയ്യിൽ. അപ്പോൾ നബി അത് വാങ്ങി, കുട്ടിയെ വാങ്ങി സഹാബിമാരെ ഏൽപ്പിച്ചു, പറ്റുന്ന ഒരാളെ. എന്നിട്ട് അവരെ എറിഞ്ഞു കൊന്നു. അള്ളാഹിൻ്റെ ഹദ്ദാണ്, വലാ തഅഖുദുക്കും ബിഹിമാ റഅഫത്തും ഫീ ദീനില്ലാ, അള്ളാഹുവിൻ്റെ ദീനിൽ ഇത്തരം വിഷയങ്ങളിൽ റഅഫത്ത് പാടില്ല, ദയ പാടില്ല എന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അങ്ങനെ കൊന്നു. സൂറത്തു നൂറിൻ്റെ ആദ്യത്തിലാണ് ആയത്തുള്ളത്. അവരെ കൊന്നു. എന്നിട്ട് അവർക്ക് വേണ്ടി മയ്യിത്ത് നിസ്കരിക്കാൻ നിന്നപ്പോൾ പ്രമുഖരായ സഹാബിമാർ ചോദിക്കുന്നുണ്ട് നബിയോട്, നബി, ഒരു മോശക്കാരി പെണ്ണിനെ എറിഞ്ഞു കൊന്നിട്ട് അവർക്ക് നിങ്ങൾ നിസ്കരിക്കണം. നബി പറഞ്ഞു, ഞാനാണ് നിസ്കരിക്കുന്നത്. കാരണം അവൾ ചെയ്ത പശ്ചാത്താപം മദീനയിൽ നിങ്ങൾക്ക് എല്ലാവർക്കും കൂടി ഓഹരി വെച്ചാൽ നിങ്ങളുടെ പാപം പൊറുക്കാൻ, എല്ലാവരുടെയും പാപം പൊറുക്കാൻ ആ ഒരൊറ്റ പെണ്ണിൻ്റെ പശ്ചാത്താപം മതി. അത്ര വലിയ പശ്ചാത്താപമാണ്. അതാണ് ലാ തഖ്നതു മിർ റഹ്മത്തില്ലാ, അള്ളാഹുവിൻ്റെ റഹ്മത്തിൽ നിന്ന് നമുക്കൊരിക്കലും നിരാശ വേണ്ട എന്നതൊരു വല്ലാത്ത പാഠം തന്നെയാണ് വിശ്വാസികൾക്ക്. ഇങ്ങനെ ഒരുപാട് സംഭവങ്ങൾ നബിയുടെ കാലത്ത് അങ്ങനത്തെ കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്.
ഹിന്ദ് റളിയല്ലാഹു അൻഹ ഹംസാബിൻ അബ്ദുൽ മുത്തലിബിൻ്റെ അതിനെ കൊന്നപ്പോൾ പിന്നെ കരള് പിളർത്തി കരളെടുത്തിട്ട് നെഞ്ച് പിളർത്തി കരളെടുത്ത് ചവച്ച് തുപ്പി എന്നൊക്കെയാണ് ചരിത്രത്തിലുള്ളത്. എന്നിട്ടും ആ ഹിന്ദ് വിശ്വാസിനിയായി മുസ്ലിമത്തായി റളിയല്ലാഹു അൻഹ എന്ന് ചെല്ലുന്ന സ്ഥാനത്തെത്തിയല്ലോ. അപ്പം നമ്മൾക്കൊക്കെ വളരെ പ്രതീക്ഷയാണ്. ഇസ്ലാം നമുക്ക് നൽകുന്ന പ്രതീക്ഷ ചെറിയതല്ല. അതാണ് ഖുൽ യാ ഇബാദി അല്ലദീന അസ്റഫു, പറയുക യാ ഇബാദി അല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം, സ്വന്തം ശരീരങ്ങളോട് അമിതമായി തെറ്റുകൾ ചെയ്ത എൻ്റെ അടിമകളെ, ലാ തഖ്നതു മിർ റഹ്മത്തില്ലാ, അള്ളാഹുവിൻ്റെ റഹ്മത്തിൽ നിന്ന് നിങ്ങൾ നിരാശരാവേണ്ടതില്ല. ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ ജമീഅ, അത് നമുക്ക് അതിൻ്റെ അർത്ഥം അറിയാലോ അല്ലേ. ഇന്നല്ലാഹ, തീർച്ചയായും അള്ളാഹു, യഗ്ഫിറു ദുനൂബ ജമീഅ, എല്ലാ കുറ്റങ്ങളും പൊറുക്കുന്നവനാണ്. ഇത് കുറ്റം ചെയ്യാനുള്ള ഒരു പ്രചോദനമല്ല, കുറ്റം ചെയ്ത് പോയവർക്കുള്ള പ്രതീക്ഷയാണ്. അള്ളാഹ് പൊറുക്കും. പിന്നെ ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം, തീർച്ചയായും, ആ തീർച്ച എന്തിനാ പറയുന്നത്? നമുക്ക് ഉറപ്പ് തരാണ്. ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരുന്നു എന്നാ. ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം, അവൻ വല്ലാതെ പൊറുക്കുന്നവനാണ്. സാധാരണ പൊറുക്കലൊന്നുമല്ല, ഏത് മഹാപാപവും അവൻ പൊറുക്കുന്നവനും കരുണ ചെയ്യുന്നവനുമാണ്. പിന്നെ വഅനീബൂ ഇലാ റബ്ബിക്കും വഅസ്ലിമൂ ലഹു മിൻ ഖബ്ലി അൻ യഅതിയകുമുൽ അദാബു സുമ്മ ലാ തുൻസറൂൻ. വഅനീബൂ ഇലാ റബ്ബിക്കും, നിങ്ങളുടെ റബ്ബിൻ്റെ അടുക്കലേക്ക് നിങ്ങൾ തിരിച്ചു പോകുക. അനാബ എന്ന് പറഞ്ഞാൽ തിരിച്ചുപോയി, മനസ്സുകൊണ്ട് തിരിച്ചു പോകലാണ് ഇനാബത്ത് എന്ന് പറയുന്നത്. നമ്മൾ റബ്ബിങ്കിലേക്ക് തിരിച്ചു പോകുക പറയുമ്പോൾ നമ്മളോടക്കും പോണില്ലല്ലോ, മടങ്ങി പോകണമെന്നില്ലല്ലോ. അപ്പം മാനസികമായി നമ്മൾ റബ്ബിങ്കിലേക്ക് തിരിച്ചു പോകുക എന്ന് മാത്രമല്ല, വ അസ്ലിമൂ ലഹു, ആ റബ്ബിൽ നിങ്ങൾ കീഴ്പ്പെട്ട് ജീവിക്കുകയും ചെയ്യുക. അത് എത്ര പാപമുണ്ടെങ്കിലും ഒക്കെ അള്ളാഹ് പുറത്തു വന്നു. പക്ഷേ തൗബ ചെയ്യണം. തൗബ ചെയ്ത് കഴിഞ്ഞിട്ട് എന്ത് വേണം? നിങ്ങൾ തിരിച്ചു പോകണം. പിന്നെ ആ പാപത്തിലേക്ക്, ആ തിന്മയിലേക്ക് കരുതി കൂട്ടി പോകരുത്. അനീബു ഇലാ റബ്ബിക്കും ബി ഖൽബിക്കും, നിങ്ങളുടെ റബ്ബിങ്കലേക്ക് നിങ്ങൾ നിങ്ങളുടെ ഹൃദയം കൊണ്ട് തിരിച്ചു പോകുക. വ അസ്ലിമൂ ലഹു ബി അഅ്ളാഇക്കും വ ജവാരിഹിക്കും എന്നാണ് അതിനർത്ഥം. നിങ്ങൾ അള്ളാഹുവിന് നിങ്ങളുടെ അവയവങ്ങൾ കൊണ്ട് നിങ്ങൾ കീഴൊതുങ്ങുക. അപ്പോൾ രണ്ട് കാര്യമുണ്ട്. നമ്മൾ ബാഹ്യമായി നമ്മളെ കയ്യും കാലും അവയവങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മൾ റുക്കോയും സുജൂദൊക്കെ ചെയ്ത് നമ്മൾ ബാഹ്യമായ പ്രവർത്തനങ്ങളിൽ കൂടി അള്ളാഹുവിന് കീഴൊതുങ്ങിയാൽ പോരാ. മനസ്സുകൊണ്ട് അള്ളാഹുവിലേക്ക് തിരിയണം. എന്നാൽ മനസ്സുകൊണ്ട് അള്ളാഹുവിലേക്ക് തിരിഞ്ഞാൽ പോരാ, അമലും ചെയ്യണം. ഇന്നല്ലദീന ആമനു വ അമിലു സ്വാലിഹാത്തി, ഈമാന് മനസ്സിലുണ്ടായാൽ പോരാ. പല ആളുകൾക്കും ഉള്ള ഒരു ധാരണ, ഞാൻ മുഅ്മിനാണല്ലോ, ഞാൻ വിശ്വാസിയാണല്ലോ, പിന്നെ ഇപ്പം ഞാൻ അതും ഇതൊക്കെ ചെയ്യുന്നുണ്ട്, അതൊന്നും സാരമില്ല, അതൊക്കെ പഠിച്ചവൻ പുറത്ത് തന്നേക്കും നമുക്ക് പ്രതീക്ഷിക്കാം. പക്ഷേ രണ്ട് കാര്യം വേണം. ഒന്ന് അൽ ഇനാബത്തു ബിൽ ഖൽബി, രണ്ട് അൽ ഇസ്ലാമു ബിൽ ജവാരി, അവയവങ്ങൾ. അതാ അനീബു ഇലാ റബ്ബിക്കും, നിങ്ങളുടെ റബ്ബിങ്കലേക്ക് നിങ്ങൾ മടങ്ങിപ്പോകുക. വ അസ്ലിമൂ ലഹു, നിങ്ങൾ അവന് കീഴൊതുങ്ങുകയും ചെയ്യുക. അസ്ലമ എന്ന് പറഞ്ഞാൽ കീഴ്പ്പെട്ടു, അതാണ് മുസ്ലിം, കീഴ്പ്പെട്ടവൻ എന്ന് പറയുന്നത്. കീഴ്പ്പെട്ടവൻ എന്ന് പേര്. അപ്പം നമ്മളൊക്കെ നമ്മളുടെ പേരിൻ്റെ മുകളിൽ മുസ്ലിം എന്ന ഒരു അഭിമാനം നമുക്കൊക്കെ ഉണ്ട്. മുസ്ലിം, ഞാൻ മുസ്ലിമാണ്, കീഴ്പ്പെട്ടവൻ. യഥാർത്ഥത്തിൽ അത് ഒറിജിനൽ കീഴ്പ്പെട്ടവൻ തന്നെ ആവണം എന്നാണ് ഈ പറയുന്നത്. അതൊരു ബ്രാൻഡ് നെയിം അല്ല, നേരെ മറിച്ച് അതൊരു പ്രവർത്തനമാണ്. മുസ്ലിം എന്നുള്ളത് ഒരു സമൂഹത്തിൻ്റെ ബ്രാൻഡ് വാക്ക് പേരല്ല, നേരെ മറിച്ച് അതൊരു പ്രവർത്തനമാണ്. അസ്ലിമു എന്ന് പറഞ്ഞാൽ നിങ്ങൾ കീഴ്പ്പെടുക, മുസ്ലിങ്ങളാകുക. ലഹു, അള്ളാഹുവിന് നിങ്ങൾ പ്രവർത്തനങ്ങളിൽ കൂടി കീഴ്പ്പെടുക, മനസ്സുകൊണ്ട് മടങ്ങുക, തിരിച്ചു ചെല്ലുക, മടങ്ങിപ്പോകുക അള്ളാഹുവിങ്കലേക്ക്. എപ്പോൾ? മിൻ ഖബ്ലി അൻ യഅതിയകും അൽ അദാബ്, ശിക്ഷ വരുന്നതിന് മുമ്പ്. മിൻ ഖബ്ലി, മുമ്പ്, അൻ യഅതിയകും, നിങ്ങൾക്ക് വരുന്നതിന് മുമ്പ്, അൽ അദാബ്, ശിക്ഷ. ആ ശിക്ഷ എന്തായിരിക്കും? ഒരുപക്ഷെ നമ്മുടെ മരണമായിരിക്കാം. മരണം വരുന്നതിന് മുമ്പ്
നമ്മൾ തിരിച്ചു പോകണം, മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും. അതല്ലെങ്കിൽ മറ്റൊരു അദാബ്, നമുക്ക് തിരിച്ചു പോകാൻ പറ്റാത്ത തരത്തിൽ നമ്മൾ കുടുങ്ങിപ്പോകും. തിന്മയിലേക്കാണ്ട് പെട്ടുപോയാൽ പിന്നെ അതിന് കണ്ട് തിരിച്ചു പോരാൻ കഴിയാതെ ഒരു തൗഫീക്ക് കിട്ടാതെ ആയിപ്പോവും. ആ ഊരാ കൊടുക്കുന്ന രക്ഷപ്പെടൂല. നമ്മളെ കൂട്ടുകാരുടെ ഒപ്പം കൂടി, അല്ലെങ്കിൽ വല്ല താല്പര്യത്തിൻ്റെ പിന്നാലെ പോയി, അല്ലെങ്കിൽ പണത്തിൻ്റെ പിന്നാലെ പോയി തോന്നിവാസത്തിലേക്ക് പോയാൽ പിന്നെ നമുക്കാണ്ട് അഡിക്റ്റായി പോകും. മദ്യത്തിലും മറ്റുള്ളതിലൊക്കാണ്ട് അഡിക്റ്റ് ആകുന്ന പോലെ പിന്നെ നമുക്ക് തിരിച്ചു വരാൻ കഴിയില്ല. അതൊരു വലിയ ശിക്ഷയാണ്. കാരണം ദുനിയാവിൽ നിന്ന് കിട്ടുന്ന ശിക്ഷയാണ്. എന്ത്? തിന്മയിൽ നിന്ന് മാറി നിൽക്കാൻ കഴിയാത്ത സാഹചര്യങ്ങൾ ഉണ്ടാകുക എന്നത്. അതല്ലെങ്കിൽ പെട്ടെന്ന് അള്ളാഹ് എന്തെങ്കിലും ഒരു അദാബ് ഇറക്കി കഴിഞ്ഞാൽ വല്ല രോഗങ്ങളും മഹാപ്രയാസങ്ങളും ഉണ്ടായി പിന്നെ നമുക്ക് അത് സോക്കട് മാറാനും അതിനുള്ള തിരക്കായിരിക്കും. നമുക്ക് അള്ളാഹുവിനെ പറ്റി ചിന്തിക്കാൻ നേരം കിട്ടൂല. അപ്പം ഏതൊരു അദാബും ഏത് ശിക്ഷയും വരുന്നതിന് മുമ്പ് നിങ്ങൾ അള്ളാഹുവിങ്കലേക്ക് മനസ്സുകൊണ്ട് തിരിച്ചു പോകുക. വ അസ്ലിമൂ ലഹു, നിങ്ങളുടെ പ്രവർത്തനങ്ങളിൽ കൂടി അള്ളാഹുവിന് കീഴ്പ്പെടുകയും ചെയ്യുക. സുമ്മ ലാ തുൻസറൂൻ, അദാബ് വരുന്നതിൻ്റെ മുമ്പ്, സുമ്മ പിന്നീട്, അദാബ് വന്നു കഴിഞ്ഞാൽ പിന്നെ ലാ തുൻസറൂൻ, നിങ്ങൾക്ക് സഹായം ലഭിക്കപ്പെടുകയില്ല. മരിച്ചു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് പഠിച്ചുകൊണ്ടിരുന്ന സഹായം കിട്ടൂല. കാരണം അമല് ചെയ്യേണ്ട സമയം ഈ അലോകമാണ്. അതാണ് നമ്മളുടെ ഈ ജീവിതം എന്ന് പറഞ്ഞാൽ ദാറുൽ അമൽ. ഈ അലോകം അമലിൻ്റെ ലോകമാണ്. പരലോകം എന്ന് പറയുന്നത് ദാറുൽ അജ്ർ, പ്രതിഫലത്തിൻ്റെ ലോകമാണ്. നമ്മൾ ഇവിടുന്ന് പണിയെടുക്കുക, അവിടുന്ന് കഴിഞ്ഞിട്ട് അവിടെ പോയിട്ട് അതിന് കൂലി വാങ്ങുക. ഇവിടുന്ന് പണിയെടുക്കാതെ പരലോകത്ത് ചെന്നിട്ട് അവിടുന്ന് ജോലി ചെയ്ത് കൂലി വാങ്ങാൻ പറ്റൂല. അപ്പോൾ ഖബറിൽ വെച്ച് നിൽക്കാനും നോമ്പൊക്കെ ആയിട്ട് കൂടാൻ നമുക്ക് പറ്റൂല്ലോ. ആഖിറത്ത് ചെന്നിട്ട് ഇനി ബാക്കിയുള്ളതൊക്കെ ചെയ്ത് നല്ല നിലക്ക് സാലിയായി ജീവിക്കാൻ പറ്റൂല. ജീവിച്ച ജീവിതത്തിന് കൂലി വാങ്ങലാണ് അവിടെയുള്ളത്. അതാണ് മിൻ ഖബലി സുമ്മ ലാ തുൻസറു, പിന്നീട് നിങ്ങൾക്ക് സഹായം നൽകപ്പെടുകയില്ല. അതുകൊണ്ട് അങ്ങനെ ചെയ്യണം. വത്തബിഉ, അതിലെന്ത് വേണം? അപ്പം ഇനാബത്തും ഇസ്ലാമും വേണം. അതാണ് എത്ര വലിയ പാപം ചെയ്ത ആളുകളോടും പറഞ്ഞത്. നിങ്ങളുടെ വാതിൽ അടച്ചിട്ടില്ല, വാതിലുണ്ട്, പശ്ചാത്തപിച്ച് മടങ്ങണം, നിങ്ങൾക്ക് നിരാശയില്ല, നിരാശപ്പെടേണ്ടതില്ല. അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം? ഇനാബത്ത് വേണം. മനസ്സുകൊണ്ട് നിങ്ങളുടെ പ്രവർത്തനങ്ങളിൽ കൂടി ഇസ്ലാം അള്ളാഹുവിന് കീഴ്പ്പെട്ട പ്രവർത്തനങ്ങളായിരിക്കണം. ആ ഇനാബത്തും ഇസ്ലാമും എങ്ങനെ? അതാണ് വത്തബിഉ അഹ്സന മാ ഉൻസില ഇലൈക്കും മിർ റബ്ബിക്കും. വത്തബിഉ, നിങ്ങൾ പിൻപറ്റുക, അഹ്സന മാ ഉൻസില ഇലൈക്കും മിർ റബ്ബിക്കും, നിങ്ങളുടെ റബ്ബിങ്കൽ നിന്ന് നിങ്ങൾക്ക് ഇറക്കപ്പെട്ടതിൽ ഏറ്റവും നല്ലതിനെ നിങ്ങൾ പിൻപറ്റുക. അതാണ് ആ ഇനാബത്തിൻ്റെയൊക്കെ മാർഗം. അതാണ് അതെ, അഹ്സന, ഏറ്റവും നല്ലതിനെ, മാ ഉൻസില ഇലൈക്കും മിർ റബ്ബിക്കും, നിങ്ങളുടെ റബ്ബിങ്കൽ നിന്ന് ഇറക്കപ്പെട്ട ഏറ്റവും നല്ലതിനെ നിങ്ങൾ പിൻപറ്റുക. അതിനർത്ഥം റബ്ബിങ്കൽ നിന്ന് ഇറക്കപ്പെട്ട നല്ലതും ചീത്തയുണ്ട് എന്നല്ല. അതായത് റബ്ബിങ്കൽ നിന്ന് ഇറക്കപ്പെട്ട ആ നല്ലതുകൾ അത് എങ്ങനെയാണ്? അത് വിശ്വാസം, കർമ്മത്തിൽ, അതായത് ഇനാബത്തിൻ്റെ കാര്യത്തിൽ റബ്ബിങ്കൽ നിന്ന് ഇറക്കപ്പെട്ട ഏറ്റവും നല്ല മാർഗം ഏതാണ്? അള്ളാഹുവിനോട് ആത്മാർത്ഥമായി അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കുക, ഇഖ്ലാസ്, അതാണ് ഒന്ന്. അതുപോലെ അള്ളാഹുവിനെ സ്നേഹിക്കുക, അള്ളാഹുവിൻ്റെ റസൂലിനെ സ്നേഹിക്കുക. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ സ്നേഹം പ്രകടിപ്പിക്കുന്ന കാലമാണ് ഇപ്പോൾ കുറേ ആൾക്കാർ. അള്ളാഹുവിൻ്റെ റസൂലിനെ സ്നേഹിച്ചിട്ട് മറ്റേ ബൾബും തോരണങ്ങളും തൂക്കി ചണ്ടിയും മാലകളുമായിട്ട് കൂടുന്ന ഒരു കാലഘട്ടത്തിലാണല്ലോ ഒന്നുള്ളത്. പഴയ കാലത്ത് കുറച്ചൊക്കെ വയസ്സുള്ള ആളുകൾക്കറിയാം, ഈ പള്ളികളൊക്കെ മാലകൾ കൊണ്ടും ബൾബുകൾ കൊണ്ടും തോരണം ചെയ്തത് ക്രിസ്മസിൻ്റെ കാലം ഡിസംബർ മാസമായാൽ ആ തെക്കൻ ഭാഗങ്ങൾ, കോട്ടയം, ഇടുക്കി, ആ പത്തനംതിട്ട ഭാഗം കൂടി പോകുമ്പോഴാണ് അവിടുത്തെ പള്ളികൾ ഇത്രയധികം അലങ്കരിച്ച് കാണുന്നത്. അപ്പം അതൊക്കെ വന്നിട്ട് ഇപ്പുറത്ത് മലബാറിലേക്ക് കടന്നാൽ മുസ്ലിം പള്ളികൾ അലങ്കരിക്കുന്ന കാലമാണ്. അതും കഴിഞ്ഞിട്ട് ഇപ്പം റോഡുകളിലൊക്കെ ചെറിയ ബൂത്തുകൾ ഉണ്ടാക്കി അലങ്കരിച്ച് വെക്കുകയാണ് പല സ്ഥലങ്ങളിലും. നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ട്. പല സ്ഥലങ്ങളിലും റോഡിൻ്റെ ഓരത്ത്
വക്കത്ത് ചെറിയ ചെറിയ ബൂത്തുകൾ ഉണ്ടാക്കിയിട്ട് അതിൽ വിളമ്പൊക്കെ ഇട്ട് അത് മിന്നിത്തിളങ്ങി പല കളറിലുമായിട്ട് അതിങ്ങനെ അലങ്കാര ബൾബുകളായി നമ്മൾ റസൂലിനെ മഹബത്ത് ചെയ്യുകയാണ്. റസൂലിൻ്റെ മഹബത്താണ് അതൊക്കെ. അവിടെയാണ് എന്ത് ഈ ആയത്ത് നമുക്ക് പ്രസക്തമാവുന്നത്. ഏതായത്ത്? വത്തബിയു അഹ്സനമാ ഉൻസില ഇലൈക്കും മിർ റബ്ബിക്കും, നിങ്ങളുടെ റബ്ബിങ്കൽ നിന്ന് ഇറക്കപ്പെട്ട നല്ലത് അതേതൊക്കെയാണ്? ഒന്ന് ഇനാബത്തിൻ്റെ, അള്ളാഹുവിലേക്ക് കയറി മനസ്സുകൊണ്ട് മടങ്ങുക എന്ന് പറഞ്ഞല്ലോ. അതിൽ നമ്മൾ അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക. അള്ളാഹുവിനെ ആരാധിക്കുമ്പോൾ അതിൽ ഇഖ്ലാസ് ഉണ്ടാകുക. ബാക്കിയുള്ളവർ കാണാനും അങ്ങനെയൊക്കെയുള്ളതാവാതെ ഇഖ്ലാസോടുകൂടി ചെയ്യുക. അതുപോലെ ഖുശൂഓടുകൂടി ചെയ്യുക. അതിന് നമ്മൾ എന്തെങ്കിലുമൊക്കെ ആലോചിച്ചുകൊണ്ടല്ല നമ്മൾ ആരാധനാ കർമ്മങ്ങൾ നടത്തേണ്ടത്. നേരെ മറിച്ച് നല്ല ഭക്തിയോടുകൂടി നമസ്കാരമാവട്ടെ, നോമ്പാവട്ടെ, ഹജ്ജാവട്ടെ, അതൊക്കെ ഭക്തിപരമായി പൂർവ്വമായി നമ്മൾ ചെയ്യുക. അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ചെയ്യുക. അള്ളാഹുവിൽ നിന്ന് കൂലി കിട്ടണം എന്ന പ്രതീക്ഷയോടുകൂടി ചെയ്യുക. അതുപോലെ ജനങ്ങളോട് ആത്മാർത്ഥമായിട്ടുള്ള നിലപാട് സ്വീകരിക്കുക. ജനങ്ങളോട് ബാഹ്യമായ ഒരു നന്മയല്ല, മനസ്സറിഞ്ഞ് ജനങ്ങൾക്ക് ഗുണം കിട്ടണം, ഗുണകാംക്ഷാപരമായ നിലപാട് സ്വീകരിക്കുക. എല്ലാവർക്കും നന്മ വരട്ടെ എന്ന മഹബത്തുൽ ഖൈർ അതാണ്. എല്ലാവർക്കും നല്ലത് വരണം, ഞാൻ മാത്രം നന്നായാൽ പോരാ. ആ നിലക്കുള്ള ജനങ്ങളോടുള്ള സമീപനം നമ്മൾ സ്വീകരിക്കുക. അതൊക്കെയാണ് ഇനാബത്ത്. അതായത് ആരും കാണാത്ത മനസ്സിൻ്റെ ഉള്ളിലുള്ള ഭക്തിയും പെരുമാറ്റവും സമീപനങ്ങളുമൊക്കെയാണ് ഇനാബത്ത്. ഇനി അസ്ലിമൂ ലഹു എന്ന് പറഞ്ഞ അള്ളാഹുവിന് ശരീരങ്ങൾ കൊണ്ട് കീയൊതുങ്ങുക. അതേതാണ്? അത് ലാഹിറായ പ്രവർത്തനങ്ങളാണ്. നമ്മളെ നമസ്കാരം, ശുദ്ധി, സക്കാത്ത്, അതുപോലെ ഹജ്ജ്, ദാനധർമ്മങ്ങൾ, ജീവികളോടും മനുഷ്യരോടും ദയ കാണിക്കുക, നല്ല ഇഹ്സാൻ ചെയ്തു കൊടുക്കുക, അങ്ങനെയുള്ള നമ്മൾ മനുഷ്യബന്ധങ്ങളിലുണ്ടാകുന്ന കാര്യങ്ങളും ബാഹ്യമായ ഇബാദത്തുകളും, അതാണ് ഇഹ്സാൻ. അസ്ലിമൂ ലഹു. അപ്പോൾ വത്തബിയു അഹ്സനമാ ഇലൈക്കും മിർ റബ്ബിക്കും എന്ന് പറയുന്നത് ഈ രണ്ട് കാര്യം നടപ്പിലാവാൻ ഇനാബത്തും ഇസ്ലാമും അത് നമ്മളിൽ ഉണ്ടാവണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ട രണ്ട് കാര്യങ്ങളാണ്. റബ്ബിങ്കൽ നിന്ന് ഇറക്കപ്പെട്ട മനസ്സുകൊണ്ട് ചെയ്യേണ്ട കാര്യങ്ങളും ശരീരം കൊണ്ട് ചെയ്യേണ്ട കാര്യങ്ങളും ഒക്കെ നമ്മൾ പിൻപറ്റി ജീവിക്കണം. വത്തബിയു, നിങ്ങൾ പിൻപറ്റുക, അഹ്സനമാ ഉൻസില ഇലൈക്കും മിർ റബ്ബിക്കും, നിങ്ങളുടെ റബ്ബിങ്കൽ നിന്ന് ഇറക്കപ്പെട്ട ഏറ്റവും നല്ല കാര്യങ്ങളെ. മിൻ ഖബ്ലി അൻ യഅതിയകും അൽ അദാബ്, നിങ്ങൾക്ക് ശിക്ഷ വരുന്നതിന് മുമ്പ്. അതും നേരത്തെ പറഞ്ഞ ശിക്ഷ തന്നെയാണ്. ഒന്നുകിൽ നമുക്കിതൊന്നും ചെയ്യാൻ പറ്റാതെയാവും, നല്ലതൊക്കെ ചെയ്യാൻ പറ്റാതെ ആകെ കുഴഞ്ഞ് തളർന്ന് അങ്ങനെ നിൽക്കുന്ന എത്രയോ കാലം ജീവിക്കുന്ന മനുഷ്യന്മാരുണ്ട്. സൽക്കർമ്മങ്ങൾ ചെയ്യാൻ ആഗ്രഹിച്ചിട്ടും ചെയ്യാൻ പറ്റാത്ത ഒന്ന്, അല്ലെങ്കിൽ നമ്മുടെ മരണം, അല്ലെങ്കിൽ നമുക്ക് മറ്റു തരത്തിലുള്ള ഏതെങ്കിലും കാര്യങ്ങൾ, അല്ലെങ്കിൽ നമ്മൾ വഴി തെറ്റിപ്പോവുക. നല്ല മനുഷ്യനായിരുന്നു, പക്ഷേ തെറ്റി എവിടേക്കോ പോയി, അതും ഒരു അദാബ് തന്നെയാണ്. അങ്ങനെയുള്ള അദാബ് വരുന്നതിന് മുമ്പ് ബഗ്തത്തൻ, പെട്ടെന്ന്, വഅൻതും ലാ തശ്ഉറൂൻ, നിനക്കാതെ, നിങ്ങൾ ആലോചിക്കാതെ, അറിയാതെ, നിങ്ങളറിയാതെ, ലാ തശ്ഉറൂൻ എന്ന് പറഞ്ഞാൽ നിങ്ങളറിയാത്ത തരത്തിൽ നിങ്ങൾക്ക് അദാബ് വരുന്നതിന് മുമ്പ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യണം. എന്തുകൊണ്ടെന്നാൽ അൻ തഖൂല നഫ്സുൻ, ഒരു നഫ്സും പറയാതിരിക്കാൻ വേണ്ടി. അൻ തഖൂല എന്ന് പറഞ്ഞാൽ അല്ലാ തഖൂല നഫ്സുൻ, അതായത് പറയേണ്ട ഒരവസ്ഥ വരും എന്നതിനാൽ എന്നാണ്. അൻ തഖൂലൻ്റെ വാക്ക് ഒരു ലാ അതിലുണ്ട്. അത് എങ്ങനെ ഉണ്ടാവും എന്ന് ചോദിച്ചാൽ അതിൻ്റെ അർത്ഥത്തിലാണ്. അൻ തഖൂല നഫ്സുൻ, ഓരോ നഫ്സും പറയുമെന്നതിനാൽ, അല്ലെങ്കിൽ പറയേണ്ടി വരും എന്നതിനാൽ. അപ്പം പറയാതിരിക്കാൻ എന്നർത്ഥം. എന്ത് പറയേണ്ടി വരും? യാ ഹസ്രത്ത, എൻ്റെ പരാജയമേ, എൻ്റെ നഷ്ടമേ, അലാമ ഫറത്തു, ഞാൻ പരിധി വിട്ടതിന്മേൽ, ഫീ ജംബില്ല, അള്ളാഹുവിൻ്റെ കാര്യത്തിൽ പരിധി വിട്ട ആ ഒരു അവസ്ഥയിൽ എനിക്ക് എന്തൊരു നഷ്ടമാണ് എന്ന് പറയേണ്ടി വരും എന്നതിനാൽ നിങ്ങൾ അള്ളാഹുവിൻ്റെ മാർഗത്തെ പിൻപറ്റണം. അപ്പോൾ അത് പിൻപറ്റിയിട്ടില്ലെങ്കിൽ നിങ്ങൾ പറയേണ്ടി വരും. ഏത്? ഖേദിക്കേണ്ടി വരും.
അള്ളാഹിൻ്റെ വിഷയത്തിൽ ഫറത്ത എന്ന് പറഞ്ഞാൽ ഒരുപാട് പരിധി വിട്ടു എന്നാ. തഫ്രീത്ത് എന്ന് പറയുന്ന അതാണ്, വല്ലാതെ പരിധി വിട്ടു. ഫീ ജംബില്ല, അള്ളാഹിൻ്റെ മാർഗത്തിൽ. ജമ്പ് എന്ന് പറഞ്ഞാൽ ഭാഗം എന്നാ. അള്ളാഹിൻ്റെ ഭാഗത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ മലയാളത്തിൽ പറയാമല്ലോ പഠിച്ചോൻ ഭാഗത്തേക്കുള്ള കാര്യങ്ങൾ. പഠിച്ചോൻ ഭാഗത്തേക്കുള്ള കാര്യങ്ങളിലൊക്കെ നമ്മൾ പരിധി വിട്ടു. അങ്ങനെ പരിധി വിട്ടല്ലോ, അതുകൊണ്ട് എനിക്ക് നഷ്ടമായല്ലോ എന്ന് പറയുന്ന ഒരവസ്ഥ വരേണ്ടി വരുന്നതിനാൽ നിങ്ങൾ നല്ലത് പിൻപറ്റണം. അതില്ലെങ്കിലോ അത് നിങ്ങൾക്ക് പറയേണ്ടി വരും. ഞാൻ ഇതൊക്കെ പരിഹസിക്കുന്നവരുടെ കൂട്ടത്തിലായിരുന്നു. സഹിറ, കളിയാക്കി, ചിരിച്ചു, പരിഹസിച്ചു, നിസ്സാരമാക്കി എന്നൊക്കെയാണ്. ഞാൻ ഇതിനെ പരിഹസിക്കുന്നവരുടെ കൂട്ടത്തിൽപ്പെട്ടവരായിരുന്നു. അതുകൊണ്ട് ഞാൻ അള്ളാഹുവിൻ്റെ ഭാഗത്ത്, പടച്ചോൻ ഭാഗത്തേക്ക് ഞാൻ ഒരുപാട് പരിധി വിട്ടുപോയി. പടച്ചോൻ ഭാഗത്തേക്കുള്ള കാര്യങ്ങളിൽ, അള്ളാഹിൻ്റെ ഭാഗത്തുള്ള കാര്യങ്ങളിൽ ഞാൻ പരിധി വിട്ടുപോയി എന്ന് പറയാതിരിക്കാൻ വേണ്ടി നിങ്ങൾ പിൻപറ്റുക. ഇതിൽ നമ്മളൊരു വിഷയമുണ്ട്. പടച്ചവൻ പറഞ്ഞ മാർഗങ്ങൾ പിൻപറ്റിയാൽ അള്ളാഹുവിന് വിരുദ്ധമായ കാര്യങ്ങളിലേക്ക് പോകുന്നതിൽ നിന്ന് നമുക്കൊരു കാവൽ ഉണ്ടായിരിക്കും. അത് ഈ ആയത്ത് നമ്മളെ പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ്. നമ്മൾ ഒരു കൃത്യമായി നമസ്കരിക്കുന്ന ഒരാളാണെങ്കിൽ എന്തോ ഒരു സംരക്ഷണം ആ നമസ്കാരം കൊണ്ട് നമുക്ക് കിട്ടും. ഇന്ന സ്വലാത്ത തൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ, തീർച്ചയായും നമസ്കാരം തോന്നിവാസങ്ങളിൽ നിന്നും വെറുക്കപ്പെട്ട കാര്യങ്ങളിൽ നിന്നും അവനെ തടുക്കും. അവനെ തടുക്കാൻ വേറൊരു ഗുരുനാഥനോ വേറൊരു ഉസ്താദോ വേറൊരു പ്രബോധകനോ വേണ്ടി വരില്ല. നിസ്കാരം കൊണ്ട് തന്നെ അവന് തിന്മയിൽ നിന്ന് അകലാനുള്ള ഒരു അന്ധപ്രചോദന കിട്ടും. അപ്പോൾ അതുപോലെ തന്നെയാണ് സക്കാത്ത്. കൃത്യമായി സക്കാത്ത് കൊടുക്കുന്ന ഒരാൾക്ക് എത്ര പ്രയാസമുണ്ടെങ്കിലും അത് കൊടുത്തു കഴിയുമ്പോൾ ഒരു തോന്നലുണ്ടാവും, ഞാൻ അപ്പോൾ അതൊക്കെ കൊടുത്തിട്ടും എനിക്കൊരു കുറവുണ്ടായിട്ടില്ലല്ലോ, എനിക്ക് അള്ളാഹു തആല റഹ്മത്ത് നിഅമത്ത് അധികം തരല്ല ചെയ്തത്, എത്ര ഉറുപ്പിയാണ് ഞാൻ ഇപ്പോൾ കൊടുത്തത് കഴിഞ്ഞ വർഷം, എന്നിട്ടും പഠിച്ചോൻ എനിക്ക് തരല്ലേ. ഇനിയിപ്പോൾ അതല്ല, എനിക്ക് അള്ളാഹ് തന്നീല, നഷ്ടം വന്നു, സാമ്പത്തികമായി നഷ്ടം വന്നാലും അതൊക്കെ കുറേ ആളുകൾ എന്നെ കൊണ്ട് ജീവിക്കുന്നുണ്ടല്ലോ, ഒരു മനസമാധാനം കിട്ടും എന്ന് മാത്രമല്ല പാവങ്ങളോടും കഷ്ടപ്പെടുന്നവരോടുള്ള ഒരു നല്ല മനസ്സുകൂടി നമുക്ക് കിട്ടും. അപ്പോൾ സൽക്കർമ്മങ്ങൾ മനുഷ്യനെ അള്ളാഹുവിൻ്റെ കാര്യത്തിൽ പരിധി വിടുന്നതിൽ നിന്ന് തടുത്തു നിർത്തുന്ന ഒരു വലിയ ശക്തിയാണ് നമ്മൾ ചെയ്യുന്ന സൽക്കർമ്മങ്ങൾ. അതാണ് വൈൻ കുൽത്തുലമിന സാഖിരീൻ, അതിനെ നിസ്സാരമാക്കുന്നവരുടെ കൂട്ടത്തിലായിരുന്നു. നേരെ മറിച്ച് നമ്മളെ ജീവിതം ഇതൊക്കെ തള്ളിക്കളഞ്ഞ് തോന്നിവാസികളുടെ കൂട്ടത്തിൽ, കളിയാക്കി ചിരിക്കുന്നവരുടെ കൂട്ടത്തിലാണോ, ആ കൂട്ടത്തിൽ നമുക്ക് അങ്ങനെയാണ് പോകാം. നമുക്കൊരു തരത്തിലും നല്ലത് കിട്ടില്ല എന്ന് അല്ലാഹു തആല നമ്മളുടെ കൂട്ടുകെട്ട് എങ്ങനെയായിരിക്കണം എന്ന ഒരു സൂചന ഇതിലുണ്ട്. നമ്മളുടെ കർമ്മം നമ്മളെ നന്മയിലേക്ക് നയിക്കും എന്ന സൂചനയും ഇത് നൽകുന്നുണ്ട്. അതല്ലെങ്കിൽ ഔ തഖൂല ലൗ അന്നല്ലാഹ ഹദാനി ലകുൻതു മിനൽ മുത്തഖീൻ, അതല്ലെങ്കിൽ ഇങ്ങനെ പറയേണ്ടി വരും. എങ്ങനെ? ലൗ അന്നല്ലാഹ, തീർച്ചയായും അള്ളാഹു ഹദാനി, എന്നെ ഹിദായത്തിലാക്കിയെങ്കിൽ നന്നായിരുന്നേനെ, ലകുൻതു മിനൽ മുത്തഖീൻ, ഞാൻ മുത്തഖീങ്ങളുടെ കൂട്ടത്തിൽ പെടുമായിരുന്നല്ലോ. എനിക്ക് അല്ലാഹു തആല ഹിദായത്ത് തന്നിരുന്നെങ്കിൽ, ഓന് കൊടുക്കാത്തത് കൊണ്ടല്ല, ഓൻ ആ ഹിദായത്ത് വാങ്ങാത്തത് കൊണ്ടാണ് എന്നോ മനസ്സിലാക്കണില്ല. ഹിദായത്ത് പഠിച്ചോ നമുക്ക് തരുന്നുണ്ട്, പക്ഷെ അത് വാങ്ങാനും കൂടി നമ്മൾ തയ്യാറാവണമല്ലോ. ഒന്നുകിൽ ഞാൻ പരിധി വിട്ടുപോയി, ഇനിയിപ്പോൾ എന്താ കാട്ടുക എന്ന് പറയുന്ന ഒരു ഖേദം വരാതിരിക്കാൻ. അതല്ലെങ്കിലോ ലൗ അന്നല്ലാഹ ഹദാനി, അല്ലാഹു തആല എന്നെ നേർമാർഗത്തിൽ ചേർത്തിരുന്നുവെങ്കിൽ ലകുൻതു മിനൽ മുത്തഖീൻ, ഞാൻ മുത്തഖീങ്ങളുടെ കൂട്ടത്തിൽ പെടുമായിരുന്നല്ലോ എന്ന് പറയാതിരിക്കാൻ വേണ്ടി. അല്ലാഹു തആല നേർമാർഗത്തിൽ നമുക്ക് കാണിച്ചു തരുന്നുണ്ട്, പക്ഷെ അത് ചേർക്കണമെങ്കിൽ ആ കാണിച്ചു തന്ന വഴിയിലേക്ക് നമ്മൾ പോകണം. കാരണം അള്ളാഹു നമ്മളെ നിർബന്ധിച്ച് നമ്മൾക്ക് ഇഷ്ടമില്ലാതെ അള്ളാഹുവിൻ്റെ മാർഗത്തിലേക്ക് അള്ളാഹു വലിച്ചു കൊണ്ടുപോകില്ല, നമ്മളെ വലിച്ചു കൊണ്ടുപോകില്ല. നമുക്കത് വേണം. നമുക്കൊരു അനുകൂലമായ മനസ്സുണ്ടെങ്കിൽ
അള്ളാഹു നമ്മളെ സന്മാർഗത്തിലേക്ക് ചേർക്കും. അപ്പം അതാണ്, ഞാൻ മുത്തഖീങ്ങളുടെ കൂട്ടത്തിൽ പെടുവായിരുന്നല്ലോ, അള്ളാഹ് എന്നെ ചേർത്തക്കണമെങ്കിൽ എന്ന് പറയാതിരിക്കാൻ വേണ്ടി. അതല്ലെങ്കിൽ ഔ തഖൂല ഹീന തറൽ അദാബ, ആ ഓരോ നഫ്സും ശിക്ഷ കാണുമ്പോൾ ഇങ്ങനെ പറയാതിരിക്കാൻ. എന്ത്? ലൗ അന്നലീ കറത്തൻ, ഒരാവർത്തി കൂടി എനിക്ക് കിട്ടിയിരുന്നുവെങ്കിൽ, ഉണ്ടായിരുന്നെങ്കിൽ. കറത്ത് എന്ന് പറഞ്ഞാൽ ഒരാവർത്തി, ഒരിക്കൽ കൂടി എനിക്കൊരാവർത്തി കൂടി അവസരം ഉണ്ടായിരുന്നെങ്കിൽ. ഒരു മടക്കം എന്നുള്ള ദുന്യാവിലേക്കുള്ള മടക്കം, അതാണ് ഒരാവർത്തി കൂടി ദുന്യാവിലേക്കുള്ള ആ ഒരു ജീവിതം എനിക്കുണ്ടായിരുന്നുവെങ്കിൽ ലകുൻതു മിനൽ മുഹ്സിനി ഫഅകൂന മിനൽ മുഹ്സിനീൻ, ഞാൻ മുഹ്സിനീങ്ങളിൽ പെടുമായിരുന്നല്ലോ എന്ന് പറയാതിരിക്കാൻ വേണ്ടി. അപ്പം ഇതൊക്കെ നമ്മൾ പറയുന്ന വാക്കുകളാണ്. പരലോകത്ത് ആളുകൾ പറയും, ഒരാവർത്തി കൂടി ദുന്യാവിലേക്ക് മടങ്ങി കിട്ടിയാൽ ഞാൻ ഇഹ്സാൻ ചെയ്ത് ജീവിച്ചോളാമേ, അല്ലെങ്കിൽ ഞാൻ അള്ളാഹുവിനെ ഹിദായത്തിലാക്കിക്കണമെങ്കിൽ എനിക്ക് മുത്തഖീങ്ങളായി ജീവിക്കാമായിരുന്നല്ലോ, അല്ലെങ്കിൽ ഞാൻ വല്ലാതെ പിഴച്ചു പോയല്ലോ. ഇതൊക്കെ പറഞ്ഞ് ഖേദിക്കാതിരിക്കാൻ വേണ്ടി നിങ്ങൾ എന്ത് വേണം? വത്തബിഉ അഹ്സനമാ ഉൻസില ഇലൈക്കും മിർ റബ്ബിക്കും, നിങ്ങളുടെ റബ്ബിങ്കിൽ നിന്ന് ഇറക്കപ്പെട്ട ആ നല്ല കാര്യങ്ങൾ നിങ്ങൾ പിൻപറ്റണം. അപ്പോൾ അള്ളാഹ് ഇതൊക്കെ അങ്ങനെ ആയാലോ, അങ്ങനെ ആയിരുന്നെങ്കിൽ, ഇങ്ങനെ ആയിരുന്നെങ്കിൽ എന്നൊക്കെ പറയുമ്പോൾ അള്ളാഹുവിൻ്റെ മറുപടിയാണ് ബല, അങ്ങനല്ല എന്ന് പറഞ്ഞാൽ ഇജ്ജ് പറഞ്ഞ മാതിരി എനിക്ക് അങ്ങനെ ആകെയൊന്നും ഇങ്ങനായിരുന്നു, അതൊന്നുമല്ല. ഖദ് ജാഅത്ക ആയാതി, നിനക്ക് വന്നിട്ടുണ്ടായിരുന്നല്ലോ. ജാ വന്നു, ഖദ് ജാഅത്ക, നിനക്ക് വന്നിട്ടുണ്ടല്ലോ, ആയാത്തി, എൻ്റെ ദൃഷ്ടാന്തങ്ങൾ. ഫകദ്ദബ്ത ബിഹാ, അതിനെ നീ വ്യാജമാക്കി, അതിനെ കളവാക്കി. ഒന്നുകിൽ അത്തക്ദീബ് എന്ന് പറയുന്നത് രണ്ട് രൂപത്തിലുണ്ട്. ഒന്നുകിൽ വാക്ക് കൊണ്ട് കളവാക്കുക, അള്ളാഹ് പറഞ്ഞത് ശരിയല്ല, അല്ലെങ്കിൽ അള്ളാഹ് അങ്ങനെ പറഞ്ഞിട്ടില്ല, അങ്ങനെ നമ്മളതിനെ നിഷേധിക്കുക വായ കൊണ്ട്. അതല്ലെങ്കിൽ പ്രവർത്തനങ്ങളിൽ കൂടി കളവാക്കുക. അള്ളാഹ് ഒരു കാര്യം പറഞ്ഞു, നമ്മളത് അറിഞ്ഞിട്ടും ശരിയാണെന്ന് അറിഞ്ഞിട്ടും ചെയ്യാതിരിക്കുക, അത് പ്രവൃത്തിയിൽ കൂടി കളവാക്കുന്നതും. മറ്റത് നിഷേധികൾ എന്ന് പറയുന്നത് വാക്കിൽ കൂടി കളവാക്കുന്നവരുമാണ്. അപ്പം എല്ലാ ദൃഷ്ടാന്തങ്ങളൊക്കെ വന്നിട്ടും ഫകദ്ദബ്ത ബിഹാ, അവയെ നീ കളവാക്കി. വസ്തക്ബർത, നീ കിബർ നടിച്ചു, അഹങ്കരിച്ചു. അതൊക്കെ സ്വീകരിക്കാൻ മാത്രമൊന്നുമല്ല ഞാൻ എന്ന അഹങ്കാരമുണ്ടായി. വകുൽത മിനൽ കാഫിരീൻ, നീ നിഷേധികളായി തീർന്നതാണ്, നിഷേധികളുടെ കൂട്ടത്തിലായതാണ്. അതുകൊണ്ട് ഇനി ഇവിടെ കേരിച്ചിട്ട് കാര്യമില്ല. വയൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ തറാ, താങ്കൾക്ക് കാണാം, നബിയോടാ പറയുന്നത്, നമുക്ക് അവരെ വേർച്ച് കാണാം. ആരെ? തറല്ലദീന കദബൂ അലല്ലാഹ്, അള്ളാഹുവിൻ്റെ മേൽ കള്ളം പറഞ്ഞ ആളുകളെ താങ്കൾക്ക് കാണാം. എങ്ങനെ? ഉജൂഹുഹും മുസ്വദ്ദ, അവരുടെ മുഖങ്ങൾ അസ്വദായിരിക്കും. അസ്വദ് എന്ന് പറഞ്ഞാൽ കറുപ്പ്, ഇരുണ്ട മുഖങ്ങളായിരിക്കും. ഒഹുജൂം യൗമൈദിൻ അലിയ ഗബറ തർഹഖുഹ ഖത്തറ എന്നൊക്കെ ഉണ്ട്. ഉജൂഹു യൗമൈദിൻ നാളിറ ഇലാ റബ്ബിഹ നാളിറ, അന്ന് കുറേ മുഖങ്ങൾ നാളിറത്തായിരിക്കും, അതായത് ശോഭിക്കുന്നതായിരിക്കും. ഇലാ റബ്ബിഹ നാളിറ, റബ്ബിങ്കലേക്ക് നോക്കി ശോഭയോടുകൂടി സന്തോഷത്തോടുകൂടി നിൽക്കുന്ന മുഖങ്ങളുണ്ടാകും. ഉജൂഹു യൗമൈദിൻ നായിമ, കുറേ ആളുകളുടെ മുഖങ്ങൾ അനുഗ്രഹീതമായിരിക്കും. അത് വിശ്വാസികളുടെ. അല്ലാത്ത ആളുകളുടെ പൊടി പുരണ്ടതായിരിക്കും, ഇരുട്ട് മൂടിയതായിരിക്കും. ഇവിടെ പറയുന്നത് അവരുടെ മുഖങ്ങൾ വുജൂഹുഹും മുസ്വദ്ദ, അവരുടെ ഹൃദയങ്ങൾ അസ്വദായിരിക്കും, ഇരുണ്ടതായിരിക്കും, കറുത്തിരുണ്ടതായിരിക്കും. മുഖങ്ങൾ, അവരുടെ മുഖങ്ങൾ ഈ കറുത്തിരുണ്ടതായിരിക്കും. അലൈസ ഫീ ജഹന്നമ മസ്വൽ ലിൽ മുതകബ്ബിരീൻ, അഹങ്കാരികളായ ആളുകൾക്ക് ജഹന്നമിൽ, നരകത്തിൽ പാർപ്പിടമില്ലേ? അള്ളാഹു ചോദിക്കുക, ഓൽക്കൊക്കെ ജഹന്നമിലല്ലേ പാർപ്പിടം, അവിടെ പാർപ്പിടമില്ലേ അവർക്ക്? വയുനജ്ജില്ല, എന്നാൽ അള്ളാഹു രക്ഷപ്പെടുത്തുകയും ചെയ്യും അല്ലദീന തഖൗ, അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിച്ചവരെ. ബിമഫാസത്തിഹിം, അവരുടെ ആ രക്ഷാപ്രവർത്തനങ്ങൾ കാരണത്താൽ ലാ യമസ്സുഹുമു സൂഉ,
ഒരു സൂവും ഒരു കുഴപ്പവും ഒരു ചീത്തയും അവരെ ബാധിക്കുകയില്ല. വലാഹും യഹ്സനൂൻ, അവർ ദുഃഖിക്കുകയും ചെയ്യേണ്ടി വരില്ല. അള്ളാഹു ഖാലിഖു കുല്ലി ഷൈഇൻ, എല്ലാ വസ്തുക്കളുടെയും സൃഷ്ടാവ് അള്ളാഹുവാണ്. വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ, അവൻ വക്കീൽ. വഹുവ അലാ കുല്ലി ഷൈഇൻ വക്കീൽ, അവൻ എല്ലാ വസ്തുവിൻ്റെയും ഭരമേൽപ്പിക്കപ്പെടുന്നവനാണ്. എല്ലാ വസ്തുക്കളുടെ മേലിലും വക്കീൽ, ഭരമേൽപ്പിക്കപ്പെടുന്നവനാണ്. അപ്പം രണ്ട് തരത്തിലുള്ള മനുഷ്യന്മാരാണ് ഇന്നത്തെ പാഠത്തിൽ അള്ളാഹു നമുക്ക് നൽകിയത്. ആ ആളുകളുടെ കൂട്ടത്തിൽ ഏതായിരിക്കണമെന്നും അള്ളാഹു പഠിപ്പിച്ചു. അതിൽ നല്ലവരുടെ കൂട്ടത്തിൽ നമ്മളെല്ലാം അള്ളാഹു ഉൾപ്പെടുത്തി തരുമാറാവട്ടെ. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.